IBS എന്ന രോഗത്തിന് പല ചികിത്സകൾ എടുത്തു എന്നിട്ടും രോഗം മാറുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കാം നിങ്ങൾ പല ചികിത്സകൾ എടുത്തിട്ടും IBS എന്ന രോഗം നിങ്ങളെ വിട്ടുമാറാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് IBS എന്ന രോഗം ചില മരുന്നുകൾ കഴിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഒരിക്കലുമില്ല. മരുന്നിൻ്റെ ഒപ്പം കൃത്യമായ ഡയറ്റിൽ വരുത്തേണ്ട കറക്ഷൻസ്, ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് നമുക്ക് IBS പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. അതല്ല എങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു രോഗശമനം ഉണ്ടാകും, മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും ഇത് പഴയ പോലെ തന്നെ വരും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഒരാൾ പറയുന്നു ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ട് ഡോക്ടറെ, മെഡിസിനും എടുക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് എനിക്കിത് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നില്ല. അതിന് കാരണം നമ്മൾ ഡയറ്റും മെഡിസിനും നമ്മൾ ഒരു നിശ്ചിത കാലയളവിൽ, ഡോക്ടർ പറയുന്ന കാലയളവിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടോ. ഉദാഹരണം പറഞ്ഞാൽ 4-5 വർഷമായി IBS തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 10-12 വർഷമായി ഇതിന് നമ്മളൊരു 1-2 മാസം മരുന്ന് കഴിച്ചു, അതിൻ്റെ ഒപ്പം ഡയറ്റ് നോക്കിയെന്ന് പറഞ്ഞ് ഈ രോഗം പൂർണ്ണമായിട്ട് മാറുകയില്ല. കൃത്യമായ കാലയളവിൽ രോഗിക്ക് നിശ്ചയിച്ചിരിക്കേണ്ട ആ കൃത്യമായ കാലയളവിൽ കൃത്യമായ രീതിയിൽ മരുന്നും അതോടൊപ്പം തന്നെ ഡയറ്റും നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറും. ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ആദ്യമേ മരുന്ന് കഴിക്കും, ഡയറ്റ് നോക്കുമ്പോൾ 1-2 മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ കുറവ് വരും. അപ്പം തന്നെ ഒന്നില്ലെങ്കിൽ മെഡിസിൻ നിർത്തും, അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നത് നിർത്തും. അതുകൊണ്ട് തന്നെയാണ് IBS പലർക്കും പൂർണ്ണമായി വിട്ടുമാറാത്തത്. കൃത്യമായ കാലയളവിൽ ഡയറ്റും അതോടൊപ്പം തന്നെ മെഡിസിൻ എടുത്താൽ നമുക്കിത് പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, ഡയറ്റ് നോക്കുന്നുണ്ട്, കൃത്യമായ കാലയളവിൽ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും രോഗം മാറുന്നില്ലതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സാണ്. IBS എന്ന് പറയുന്ന രോഗം നമ്മൾ മെൻ്റലി സ്ട്രെസ്സുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഓവറായിട്ട് ആങ്ഷ്യസ് ആവുക, ഈ രോഗത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രെസ്സുള്ള ചുറ്റുപാട് തന്നെ നമ്മൾ തുടരുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മൾ കൃത്യമായ കാലയളവിൽ കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ചാലും ഡയറ്റ് എടുത്താലും ഒന്നും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഒരു റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രെസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ പോയി അത് നമ്മുടെ ഹെൽപ്പ് തേടുക, അത് മടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് നമ്മൾ പലപ്പോഴും IBSന് ചികിത്സ എടുത്തിട്ടും രോഗം പൂർണ്ണമായി മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ.